വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കാരി. ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ പഴയ കാലത്തേക്ക് ഒരു തിരിച്ചുപോക്ക്. ഓർമ്മയുണ്ടോ ഈ കറി ആർക്കെങ്കിലും? പണ്ട് പെട്ടെന്നുണ്ടാക്കുന്ന ഒരു കറിയായിരുന്നു ഇതല്ലേ. ഒരു 5-6 കാന്താരി എടുത്ത് അടച്ചൂറ്റി എന്നതിന് പറയുക. അതിലോട്ട് വെച്ച് കുറച്ച് ഉപ്പുകല്ലും ഇട്ട് പിന്നെ ചെറിയ ഉള്ളിയും വെച്ച് നമ്മുടെ തവിയുടെ ആതില്ലേ തവി, അതിനെ കൊണ്ടിങ്ങനെ ഉടച്ചെടുക്കുക. എത്ര പെട്ടെന്നായിരുന്നു നമ്മുടെ അമ്മച്ചിമാരും വല്യമ്മച്ചിമാരും ഒക്കെ ഈ കറി ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു കൊതി തോന്നും. കാന്താരിയുടെ ആ എരിവിൻ്റെ മണവും ഉള്ളിയുടെ ആ ടേസ്റ്റും എല്ലാം കൂടെ ആലോചിക്കുമ്പോൾ തന്നെ വായിക്കൂടെ ഒരു ചെറിയ കപ്പൽ ഓടാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ഇത് കപ്പയ്ക്കാണ് ഏറ്റവും നല്ലത്. പിന്നെ കഞ്ഞിക്കും അടിപൊളിയാണ് ഈ കറി. അത് തവിയുടെ ആ എന്തുകൊണ്ടാണ് നമ്മളത് മൊത്തം ഉടച്ചെടുക്കുന്നത്. അത് നല്ലപോലെ ഉടച്ചെടുത്തതിന് ശേഷം കുറച്ച് തവിയുടെ ഒരു ഭാഗം കൊണ്ടാണ് അതിനെ ഉടയ്ക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അതൊന്നും അറിയത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചെറിയ വീഡിയോ ആയിട്ട് ഇടുന്നത് കേട്ടോ. ആ തടിയുടെ സാധനത്തിന് അടച്ചൂറ്റി എന്നാണ് പറയുന്നത്. പണ്ട് കാലത്തൊക്കെ ചോറ് വാർക്കാൻ ഉപയോഗിക്കുന്ന സാധനമായിരുന്നു അതിന്. അടച്ച് ഊറ്റുക, അതാണ് അടച്ചൂറ്റി. ഇത് കണ്ടോ, കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കപ്പയ്ക്കൊക്കെ കൂട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ കറി. ഇതിപ്പം നമുക്ക് കഞ്ഞിക്കായാലും ബെസ്റ്റാണ്, കപ്പയ്ക്കാണെങ്കിൽ കിടുവാണ്. അപ്പോൾ കപ്പ പുഴുങ്ങുമ്പോൾ ഇങ്ങനെ ഒരു കാന്താരി ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്